കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ദിവസങ്ങളിൽ കോട്ടയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശം ഒരു സീരീസാണ്. നിങ്ങളുടെ അവയവങ്ങളെ അത്ഭുതമാക്കുക, അനുഗ്രഹമാക്കുക. നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണെന്നും നമ്മുടെ അവയവങ്ങൾ നമ്മൾ തന്നെ കർത്താവിൻ്റെ അവയവങ്ങളാണെന്നും ദൈവനാമ മഹത്വത്തിനെ ഉപയോഗിക്കണമെന്നും അപ്പോസ്തലൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ കരം, നമ്മുടെ കാല് എല്ലാം ദൈവനാമ മഹത്വത്തിനായി കർത്താവിൻ്റെ അവയവങ്ങളായി മാറും. എൻ്റെ കരം കർത്താവിൻ്റെ കരമായി ഉപയോഗിക്കപ്പെടും. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കണ്ണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട അവയവമാകും. ആ കാഴ്ചപ്പാടിനെക്കുറിച്ച്, ഈ കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന പ്രതിസന്ധികളെ ഇനി കാണുന്നത് പ്രതികൂലമായിട്ടല്ല, പ്രതികൂലമായിട്ട് വന്നതിനെ പോലും അനുകൂലമായിട്ട് കാണുന്നൊരു കാഴ്ചപ്പാട്, ഒരു പുതിയ കണ്ണ്, ഹൃദയ ദൃഷ്ടിയാണ് പ്രകാശിപ്പിക്കുന്നത്. സോ വചനത്തിലേക്ക് നമ്മൾ ഒരു വാക്യം വായിക്കാൻ പോവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകും. എല്ലാവരും ബൈബിളൊക്കെ ഒന്ന് തുറന്ന്. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ യഹൂദന്മാരുടെ പള്ളിയിലെ ഒരു രംഗമാണ് നമ്മളിവിടെ വായിച്ചത്. യഹൂദന്മാരുടെ പള്ളിയിൽ യേശു ക്രിസ്തു പതിവായി പൊക്കൊണ്ടിരുന്ന യഹൂദ പള്ളിയിൽ ഒരു ശനിയാഴ്ച, ഒരു ശബത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെന്നു. യേശു ക്രിസ്തുവും മറ്റ് അനവധി യുവാക്കളും ന്യായപ്രമാണ പുത്രന്മാരെന്ന് അറിയപ്പെടുന്നവരവിടെ ഉണ്ട്. അവരാണ് പള്ളിയിൽ ന്യായപ്രമാണം വായിക്കുന്നത്. യഹൂദന്മാരുടെ പള്ളിയിൽ ശബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം യഹൂദ പള്ളിയിൽ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ശനിയാഴ്ച വായിക്കും. നമ്മൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ചെന്നാൽ അവിടെ ഒരു യഹൂദ പള്ളിയുണ്ട്. ആ പള്ളിയുടെ നടുക്കായിട്ട് ഒരു പ്രസംഗപീഠം കാണാം. ആ പ്രസംഗപീഠത്തിൽ എന്തു ചെയ്യും? വായിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അവിടെ ന്യായപ്രമാണവും പ്രവാചകവും വായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൗലൂസൊക്കെ മിഷണറി യാത്രയിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവരുടെ പള്ളി വിസിറ്റ് ചെയ്യുന്ന വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്ന ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പൗലൂസിനെ അവർ ആംഗ്യം കാട്ടി വിളിച്ചു. ജനത്തോട് പ്രബോധനം വല്ലതുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയുണ്ട്? യഹൂദന്മാരുടെ പള്ളിയിൽ എന്തൊക്കെയുണ്ട്? ന്യായപ്രമാണം വായിക്കും, പിന്നെ പ്രവാചക പുസ്തകങ്ങൾ വായിക്കും. കൂടാതെ എന്ത് ചെയ്യും? അതിനെ ആധാരമാക്കി പ്രബോധനം പറയും. അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്. അവരെ ന്യായപ്രമാണ പുത്രന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അവരെ ന്യായപ്രമാണമൊക്കെ വായിച്ച് പഠിച്ച്
അവരിൽ തന്നെ യുവാക്കളായ ചിലർ അതിനുവേണ്ടി എക്വിപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ക്രിസ്തു, യേശു കർത്താവ്. 12-ാം വയസ്സിൽ ന്യായപ്രമാണമൊക്കെ പഠിച്ച് നമ്മൾ വായിക്കുന്നു, ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? ചോദിക്കുകയും പറയുകയും ചെയ്തു. കർത്താവിൻ്റെ ആ വലിയ ജ്ഞാന വൈഭവത്തിൽ അവർ അത്ഭുതപ്പെട്ടു നമ്മൾ വായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരുടെ ഇടയിൽ ചില ന്യായപ്രമാണം അറിയാവുന്നവരെയും വചനം അറിയാവുന്നവരെയൊക്കെ ഭയങ്കരന്മാരായിട്ടാണ് വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ തിരുവെഴുത്തുകളുടെ ഒരു ജനമായിരുന്നു, പുസ്തകത്തിൻ്റെ ഒരു ജനമായിരുന്നു. ഒരു പുസ്തകം വായിക്കുകയും പുസ്തകത്തിലെ കാര്യങ്ങൾ തർക്കിക്കുകയും ആ പോയിന്റും ഈ പോയിന്റും ഒക്കെ പറയാൻ ഭയങ്കര മിടുക്കരായിരുന്നു യഹൂദന്മാർ. അങ്ങനെ യേശു ക്രിസ്തുവും മറ്റ് പല ചെറുപ്പക്കാരും ന്യായപ്രമാണം വായിക്കാൻ നിയോഗിക്കപ്പെട്ടവരുണ്ട്. യേശു കർത്താവ് വളർന്നു വന്ന തൻ്റെ ലോക്കൽ ചർച്ചെന്നോ ലോക്കൽ പള്ളിയെന്നോ പറയുന്ന ആ സിനഗോഗിൽ ഇതാ യേശു ക്രിസ്തുവിനെ വായിക്കാൻ അവിടുത്തെ മൂപ്പൻ വിളിക്കുക. ഇന്ന് യേശു വന്ന് വായിച്ചാട്ടെന്ന് പറഞ്ഞു. വായിക്കാൻ പുസ്തകം കയ്യിലോട്ട് കൊടുത്തപ്പോൾ യേശു അത് വിടർത്തി ഒരു പ്രത്യേക ഭാഗം കണ്ടു. അത് യെശയ്യാ പ്രവചന പുസ്തകത്തിലെ 61-ാം അധ്യായമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ഭാഗം യെശയ്യാവിൽ നിന്നുള്ളത് കർത്താവ് ഒമിറ്റ് ചെയ്തു. അത് കർത്താവിൻ്റെ പ്രതികാരം പറയാനെന്നുള്ള ഭാഗം യേശു പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യെശയ്യാവ് 61 വായിച്ചാൽ പ്രസാദ വർഷം, അക്സെപ്റ്റബിൾ ഇയറും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഏത് പാപിയും ഏത് നശിച്ചവനെയും ഏത് കുഴപ്പം ചെയ്തവനെയും യേശു നിമിത്തം കൈനീട്ടി കടന്നു വാ. അതിനെക്കുറിച്ചാണ്, ഈ അക്സെപ്റ്റബിൾ ഇയറിനെ കുറിച്ചാണല്ലോ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇത് തന്നെ കരുണയുടെ സമയം, രക്ഷാ ദിവസം. എനിവൺ ക്യാൻ കം, ആർക്കും വരാം. എത്ര നശിച്ചവനും ദൈവത്തെ വിട്ടവനും പിന്മാറ്റക്കാരനും ദൈവമില്ലെന്ന് പറഞ്ഞവനും ദൈവവിരോധിയായി നടന്നവനും പാപം ചെയ്തവനും വ്യഭിചാരിക്കും കൊള്ളരുതായ്മ ജീവിതത്തിൽ ചെയ്തവനും നാശം മാത്രം കാണിച്ചവനും ഇന്നെന്നെ ആരെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയുടെ കരം അവരുടെ നേരെ നീണ്ടിരിക്കുക. വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ. ആർക്കും വരാം. എന്ത് ചെയ്യാം? ആർക്കും വരാം. അതാണ് രക്ഷാ ദിവസം. എന്നാൽ പ്രസാദ വർഷം മാത്രമല്ല, അവിടെ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പ്രതികാരവും പ്രസിദ്ധമാക്കുവാൻ അയച്ചെന്നാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വായിച്ചപ്പോൾ ആ ഭാഗം വായിച്ചില്ല. പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ പ്രധാന വിഷയം അതല്ല, എങ്കിലും ആ ഭാഗത്തൊരു കാര്യം പറയാം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരിക്കൽ യോഹന്നാൻ്റെ തൻ്റെ ശിഷ്യന്മാരെ യോഹന്നാൻ ജയിലിലായപ്പോൾ വിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീ തന്നെ ആണോ, അതോ ഞങ്ങൾ വേർത്തനെ കാത്തിരിക്കണോ? കർത്താവിൻ്റെ പ്രവൃത്തികൾ കേട്ടിട്ട് യോഹന്നാൻ വിട്ടെന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചെയ്യുന്നു? കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളോട് കരുണ കാണിക്കുന്നു. എന്നാൽ യോഹന്നാൻ പ്രസംഗിച്ചെന്താ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെടാത്തതിനെല്ലാം എന്ത് ചെയ്യളയും വെട്ടിക്കളയും എന്നൊക്കെ പ്രസംഗിച്ചു. പക്ഷേ അങ്ങനെ വെട്ടും, എൻ്റെ പിന്നാലെ വരുന്നവൻ വെട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നാലെ വന്ന യേശു ആരെയും വെട്ടുന്നില്ല. തെറ്റ് ചെയ്തവനെ പിന്നെയും പുറകെ നടന്ന് അവനെ വിടുവിക്കാൻ വേണ്ടി നടക്കുന്ന കൃപയുടെ ഒരു സമുദ്രം അവിടെ ഒഴുകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ തന്നെ ഇടറിപ്പോയി. വരുവാനുള്ളവൻ നീ തന്നെയാണോ? ഉടനെ കർത്താവ് പറയാണ്, നീ പോയി അവനോട് പറയണം, കുരുടർ കാണുന്നു, ചെകിടർ കേളുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കപ്പെടുന്നു. അഥവാ നീ ഉദ്ദേശിച്ച യെശയ്യാ പ്രവചനത്തിലെ ആളല്ലേ? ആ ആള് ഞാൻ തന്നെയാണ്. ദൈവം തമ്പുരാൻ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവിലൂടെ പറഞ്ഞില്ലേ ഒരുവനെ വിടുമെന്ന്? നീ എന്നിൽ ഇടറിപ്പോകരുത്, അതാള് ഞാൻ തന്നെയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ യാക്കോബും യോഹന്നാനും ആ ശമരിയക്കാര് യേശു യെരുശലേമിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ശമരിയക്കാർ പറഞ്ഞു ഇതിലേ പോകാൻ ഒക്കത്തില്ലെന്നും. കാരണം യെരുശലേമിൽ പോകുന്നവരെ അവർക്ക് ഇഷ്ടമില്ല, ശമരിയക്കാർക്ക് വലിയ വിരോധമാണ്. ഉടനെ യാക്കോബും യോഹന്നാനും ചോദിക്കുകയാണ്, ഏലിയാവ് തീ ഇറങ്ങി അന്ന് എതിർത്തവരെ നശിപ്പിച്ചതുപോലെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, ഇവരെ നശിപ്പിക്കാം. ഉടനെ കർത്താവ് എന്തോ അവരോട് ഇങ്ങനെ പറയാണ്, പ്രൈസ് ലോർഡ്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്ന് ഇപ്പം നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളൊരു ദുരാത്മാവ് പിടിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ ആരുണ്ട്?
ഒരു ദുരാത്മാവിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ നശിക്കണം, തകരണം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളിലൊരു ദുരാത്മാവുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതേ മനുഷ്യപുത്രനാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. അഥവാ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയൊരു വചനമുണ്ടായിരുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അത്ഭുതമാക്കുക, അനുഗ്രഹമാക്കുക. ഒന്ന് രണ്ട് പേർ പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ. പ്രൈസ് ദി ലോർഡ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ കർത്താവ് ഞാൻ പ്രസാദ വർഷം അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പുസ്തകം മടക്കി. ആ വാക്യം വായിച്ചു, ഒന്നുകൂടെ വായിച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്ത ശേഷം അവൻ ഇരുന്നു. അടുത്ത വാക്യം. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ്. പറഞ്ഞ എല്ലാവരുടെയും കണ്ണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അവയവം കണ്ണാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരുടെ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവങ്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലേന്ന് ഇളകി അവിടെ പോയി പതിഞ്ഞിരുന്നു. അങ്ങനെ പതിഞ്ഞിരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. ആമേൻ. എബ്രായ ലേഖനം 3:1 നമ്മളിങ്ങനെ പറയാണ്, ആകയാൽ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് പറഞ്ഞേ, അടുത്തിരിക്കുന്നത് നോക്കാനല്ല പറഞ്ഞെന്ന് പറഞ്ഞ്. പിന്നെ എങ്ങനെ നോക്കണം? ഒന്ന് പറഞ്ഞാട്ടെ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എന്തെല്ലാം കാണുന്നുണ്ട്? പോസ്റ്റർ കാണുന്നുണ്ട്, അവിടെ ചില വഴക്കുണ്ടാക്കുന്ന കാണുന്നുണ്ട്, അത് കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. കാണുന്നതും നോക്കുന്നതും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കാണുകയല്ല, പിന്നെ എന്ത് ചെയ്യണം? ആ പൂർണ്ണ മനസ്സോടെ ആ കർത്താവിങ്കിലേക്കൊന്ന് നോയിക്ക്. അവൻ്റെ പ്രകാശം നമ്മളിൽ വന്നിട്ട് നമ്മൾ പ്രകാശമായി മാറുന്ന കാണാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച 2 വാക്യങ്ങളുണ്ട്. നമ്മുടെ അവയവങ്ങളെ റോമാലേഖനം 6:17 മുതലും 1 കൊരിന്ത്യർ 6:15 വായിക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ രക്ഷയിലേക്ക് നടത്തിയ ദൈവമക്കളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ എങ്ങനെയാണോ അങ്ങനെ ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാനാ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ച് റോമർ 6:17 മുതലും 1 കൊരിന്ത്യർ 6:15 മുതലും വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പൗലോസ് ശ്ലീഹ പറയുന്നത് നമ്മുടെ ജഡത്തിന് എന്തുണ്ട്? പറഞ്ഞ ജഡത്തിന് ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞു. ഉറക്കെ പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞേ. വീണ്ടെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവം കൊടുത്ത ഒറിജിനൽ ഗ്ലോറിയിലേക്ക് മടങ്ങി വരുന്നതിനാ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ്. ബ്രിങ്ങിങ് ബാക്ക് ടു ദ ഒറിജിനൽ ഗ്ലോറി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുവിൽ എന്തുമാത്രം പ്രകാശമുണ്ടോ അത്രയും പ്രകാശം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മളെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന വണ്ണം നിർത്തുക എന്നാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. യേശു പോയി നിൽക്കുന്ന പോലെ നിൽക്കാം. കാരണം എന്നാണെന്നറിയോ? യേശു ഇട്ട അതേ ഉടുപ്പിട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്നെ നിങ്ങളെ അല്ല കാണുന്നത്, പിന്നെ ആരെയാണ് കാണുന്നത്? സ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുക? ധരിച്ചിരിക്കുക. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ തോമസ് ഊട്ടി വന്നെന്നല്ല, ആണ്ട് യേശു വരുന്നെന്ന് അവിടെ തോന്നും. അതുകൊണ്ട് യേശു എങ്ങനെ പ്രാർത്ഥിച്ചോ അതേ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് യേശു വിളിക്കുമ്പോൾ എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെയല്ലേ പറഞ്ഞ അബ്ബാ പിതാവേ എന്ന് യേശു വിളിച്ച അതേ പുത്രത്വത്തിൻ്റെ ആത്മാവ്. അടുത്തിരിക്കുന്ന ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവല്ല. പിന്നെ പറഞ്ഞാട്ടെ, ലാസറിന്റെ കല്ലറക്കൽ യേശു നിന്നുകൊണ്ട് പിതാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുത്രന്റെ ഉള്ളിൽ എങ്ങനെ ധൈര്യം വ്യാപരിച്ചോ അതേ ധൈര്യത്തോടെ ഈ ഭൂമിയിൽ നടക്കാനാണ് എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ഈ ലോകവും ഒരു വിശ്വാസിയെ, ലോകവും പിശാചും നമ്മുടെ ജഡവും, നീ കുറ്റവാളി, അത്രയൊന്നും പഴയ പോലെ നിനക്ക് നിൽക്കാൻ ഒക്കത്തില്ല എന്ന് നമ്മുടെ മനസ്സോട് പറഞ്ഞുകൊണ്ടിരിക്കും.
ഒരു വലിയ സത്യം ഞാൻ പറയാം, ദൈവസന്നിധിയിൽ സ്വയം നിൽക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. അവൻ നമ്മെ നിർത്തിയതാണ്. നമ്മൾ വിശ്വസിച്ചപ്പോൾ അവൻ്റെ നീതിയുടെ വസ്ത്രം നമുക്ക് തന്നു. ഇനി ധൈര്യമായിട്ട് കയറി നിൽക്കാം. ഒരു കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നമുക്ക് ഒരു മാന്യ സദസ്സ് ചെല്ലാനൊക്കത്തില്ല. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്കവിടെ ചെല്ലാൻ പറ്റാത്ത ആ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ആ യാചകർ, കുരുടർ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്കെല്ലാം ഒരു കല്യാണ വസ്ത്രം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, സ്തോത്രം, നിന്റെ ഒറിജിനൽ വസ്ത്രം ആരും കാണണ്ട, യേശു ഇട്ട വസ്ത്രത്തിൻ്റെ ധൈര്യത്തിലൊന്നിരുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് ഒരു സ്ഥലത്ത് പോയി നമ്മളെല്ലാം, യോ എൻ്റെ വേഷമൊന്നും കൊള്ളത്തില്ല കേട്ടോ, കയ്യിൽ കൊടുത്തിരിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വസ്ത്രം നിങ്ങളെ എൻ്റെ പുറമേ അങ്ങ് ഇടിക്കുകയാണ്, പിന്നെ വെല്ലം പേടിക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് രണ്ട് പറഞ്ഞ്, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ നോക്കി ഭാരപ്പെടാതെ കല്യാണ വസ്ത്രം ധരിപ്പിച്ചിരിക്കുക. പക്ഷെ ഒരാളെ കല്യാണ വസ്ത്രം ഇല്ലാത്തവനായി കണ്ട് നമ്മൾ വായിക്കുന്നു. ഒരാളെ, എനിക്ക് പണ്ടൊക്കെ ആ ഭാഗം വായിക്കും വലിയ സങ്കടമാണ്. ഇവർ യാചകരും കുരുടരും ഒക്കെ അല്ലേ, അവർ വന്നിട്ട് ഇപ്പം കല്യാണ വസ്ത്രം ഇല്ലെന്ന് പറഞ്ഞ് വെളി വിട്ട് അയാൾ എന്നാ ചെയ്യും? അയാൾ എവിടെ പോയി മേടിക്കാനാ? ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും ആ രാജാവ് അയാളെ വെളി വിട്ടത്. പക്ഷേ എനിക്ക് അടുത്ത കാലത്ത് ആ പിടികിട്ടത്, ഈ കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടിരുന്നതല്ല, അവിടെ നിന്ന് ഇടുന്നതാണ്. നമ്മൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ രോഗികളെ കാണാൻ പോകുമ്പോൾ എത്ര വില കൂടിയ വസ്ത്രം കൊണ്ടുവന്നാലും അവരതും കൊണ്ട് അകത്ത് കയറ്റുകയല്ല, ഒരു പച്ച ഉടുപ്പ് വെളിയിലിടിക്കും. സ്തോത്രം. 12 പേരോട് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട ഉടുപ്പ് തന്നെ ഇടണമെന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്ന അവിടെ അരിശപ്പെടാൻ കാര്യം എന്നറിയാമോ? അവിടെ ഇരുന്ന് എല്ലാവരേക്കായാലും കുറച്ചുകൂടെ തിളങ്ങുന്ന വേഷം ഇട്ടാ ഈ പുള്ളി ഇരുന്ന് അത്രയും തിളങ്ങണ്ടെന്നൊന്ന് പറഞ്ഞ്. അവിടെ ആ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ഈ വേഷം കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ എൻ്റെ കൈ വേറൊരു എൻ്റെ സ്വന്തം ഒരു ഉടുപ്പ്, ഇതൊക്കെ എന്നതാ, ഇത് കല്യാണത്തിന് ഇങ്ങനെ സ്ഥിരം കല്യാണത്തിന് ഇടുന്നതല്ലേ, അതൊന്നുമല്ല എൻ്റെ കണ്ടേ. അപ്പം കൂട്ടത്തിലൊന്ന് ഷൈൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ്, കൂട്ടത്തിൽ ഷൈൻ ചെയ്തിരിക്കേണ്ട, യേശുവിൻ്റെ രക്തത്താലല്ലേ കഴുകപ്പെട്ടെന്ന് ചോദിച്ചു. യേശുവിൻ്റെ അതാ. ഞാൻ കുറച്ചുകൂടെ പ്രാർത്ഥിക്കും, ഞാൻ എല്ലാവരെക്കാളും എന്നാന്നറിയാമോ, ഞാൻ എല്ലാവരെക്കാളും ദൈവവേല കൊടുക്കും. ഇതൊന്നും ഇവിടെ പറയണ്ട, കൊടുത്തു. പക്ഷെ അതൊന്നും അവിടെ ചെലവാകത്തില്ല. അവിടെ ഒരൊറ്റ വസ്ത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഇൻറ്റൻസീവ് കെയറിൻ്റെ അകത്ത് കോസ്റ്റ്ലി വസ്ത്രം എടുക്കത്തില്ല. ആ യൂണിറ്റിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന സ്റ്റെറൈൽ ഡ്രസ്സേ എടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ വസ്ത്രം കോസ്റ്റ്ലി ആണോ എന്നല്ല കർത്താവ് നോക്കുന്നത്. പിന്നെന്താണ്? എങ്ങോട്ട് പോകണോ അവിടുന്ന് ഒരു വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വസ്ത്രം അത്രേ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് 1-2 പേരോട് പറഞ്ഞ്, ചുമ്മാ എന്നാ പറഞ്ഞ, ഒരു കുറ്റവാളിയെ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, ആ കല്യാണത്തിന് വിളിക്കാൻ പോയപ്പം വഴി കണ്ടവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും ആരും ഉണ്ട് അതിനകത്ത്? മഹാകുറ്റവാളികളും പിടികിട്ടാപ്പുള്ളികളും എല്ലാം ഉണ്ടോ ഇല്ലയോ? പറഞ്ഞ്, രാജകൊട്ടാരത്തിൽ കഴിക്കാൻ പോകുന്ന കിട്ടുന്ന അവസരം ആരെങ്കിലും വിടുവോ? ഓടി ഒറ്റ ഓട്ടം. കിട്ടിയവരെല്ലാം എന്ത് ചെയ്ത് ഡ്രസ്സ് മേടിച്ചിട്ട്, കാരണം ഈ കുഴപ്പമുള്ളവർക്കെല്ലാം ഈ ഡ്രസ്സൊന്ന് കിട്ടിയാൽ മതി എന്നും കൊണ്ടാണ്. കാരണം സ്വന്തം വേഷം കാണിക്കാൻ മേല. പക്ഷെ അതിൻ്റെ ഇടയിലൊരു വിദ്വാൻ പുള്ളി പറയാണ്, ഇവരൊന്നും ഇടുന്ന സൈസ് എനിക്ക് വേണ്ട. അതാണ് ഈ സ്വയനീതി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ അടുക്കാൻ പറ്റാതിരിക്കത്തുള്ളൂ. 1-2 പറഞ്ഞപ്പോൾ നമുക്കെല്ലാം ഒറ്റ ഡ്രസ്സ് ഇട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനകത്തുനിന്ന് കൊണ്ടുവന്ന പച്ച ഉടുപ്പിട്ടാലേ അങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആ ഇൻറ്റൻസീവ് ആ വിശുദ്ധിയുടെ വസ്ത്രം, സ്റ്റെറൈൽ ഡ്രസ് നമുക്ക് തന്നതിനായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ച്. 1-2 പേരുടെ കട്ട പോലെ ഇരിക്കാതെ, ഹല്ലേലൂയ, കോഴി കട്ടവൻ ഇരിക്കുന്ന പോലെ ഇരിക്കാതെ ഒന്ന് ധൈര്യത്തോടെ ഇരുന്ന്, നിന്നെ ഇട്ട വസ്ത്രം യേശു നിന്നെ നീതീകരിച്ചു. യേശു നിന്നെ വീണ്ടെടുത്തു. യേശു നിന്നെ യോഗ്യനാക്കി. ഒന്ന് കാരം അടിച്ചാ. അടുത്തിരിക്കുന്ന സ്വർഗത്തിലുള്ള ഒന്ന് പറഞ്ഞ, സ്വർഗത്തിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മുഴുവൻ അംഗീകരിച്ചാലും നിങ്ങൾ തല ഉയർത്തുകയല്ലേ, പിന്നെ എന്നാ ചെയ്യാൻ? പ്രൈസ് ദി ലോർഡ്. സ്വർഗം നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ഒന്ന് തല ഉയർത്തിയിരുന്നേ, തലയൊന്ന് ഉയർത്തിയിരുന്നേ. ആ കുറ്റവാളിയെ ചിന്തയെല്ലാം നമ്മളിൽ നിന്ന് പോട്ടെ. അതിൻ്റെ അർത്ഥം നമുക്ക് എന്തും ചെയ്തങ്ങ് ജീവിക്കാനല്ല. ആ ഒരു നീതിബോധത്തിൽ വന്നു കഴിയുമ്പം
ഈ നീതീകരണം എന്ന് പറയുന്ന പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പാപം ചെയ്യാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല. ലൈസൻസ് ഇല്ലാതെ തന്നെ നമ്മൾ പാപം ചെയ്തുകൊണ്ടാണല്ലോ ഇരുന്നത്. പ്രൈസലോ. അപ്പം ഈ നീതി വാസ്തവത്തിൽ പാപത്തെ ജയിക്കാനുള്ള ബലമാണ്. മറ്റേത് ഞാൻ പാപത്തിന് അടിമയായിരുന്നു. എന്നെ എടാന്ന് വിളിച്ചാൽ എനിക്ക് എന്തടാന്ന് വിളിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ പാപം എന്നെ നിയന്ത്രിച്ചിരുന്നു. മനസ്സിലാകും. ഇന്ന് എന്നെ എടാന്ന് വിളിച്ചാൽ അനുഗ്രഹിക്കാൻ തക്കൊണ്ട് ഞാൻ ഫ്രീയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആകർഷിക്കുന്ന കാണിച്ച് അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിൻ്റെ പുറകെ പോകണ്ടാതെ വണ്ണം ഞാൻ സ്വതന്ത്രനാ. ഉറക്കെ പറഞ്ഞേ, ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രൻ. ന്യായപ്രമാണം എന്നാ? നീ എൻ്റെ പല്ലടിച്ചിട്ടാൽ ഞാൻ നിൻ്റെ പകരത്തിന് പകരം. അതല്ലേ ന്യായപ്രമാണം പറയുന്നത്. എന്നാൽ ഞാൻ അതിൽ നിന്നും സ്വതന്ത്രനാണ്. എന്നെ എന്തേലും ചെയ്താൽ, എന്നെ നോക്കി ചിരിച്ചില്ലേലും ഞാൻ നോക്കി ചിരിക്കുന്ന അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു. കാരണം നിങ്ങളുടെ വികാരങ്ങളല്ലല്ലോ എന്നെ നിയന്ത്രിക്കുന്നത്. ഞാൻ ന്യായപ്രമാണത്തിന് കീഴല്ലല്ലോ, ഞാൻ നീതിയുടെ കീഴിലല്ലേ, ഞാൻ സ്വതന്ത്രനല്ലേ. സാഹചര്യം അല്ലല്ലോ എന്നെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവാണല്ലോ എന്നെ നിയന്ത്രിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ലോക സാഹചര്യങ്ങളൊന്നും എന്നെ നിയന്ത്രിക്കത്തില്ല. മറ്റുള്ളവരുടെ വികാരങ്ങൾ കണ്ട് ഞാൻ തളരത്തില്ല. ആരെങ്കിലും ചിരിച്ചില്ലെങ്കിൽ ഞാൻ പതറത്തില്ല. എൻ്റെ ബന്ധം മുകളിലോട്ടാണ്. എന്നെ ഒരു ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുക. ഓ, കാരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ നാടകമൊക്കെ കളിക്കുമ്പം നാടകം അഭിനയിക്കുന്ന ആൾക്കാരെ താഴെ ഇരുന്ന് ഒത്തിരി കൂകിയാൽ അവർ ചമ്മിപ്പോവും. പക്ഷെ പാവക്കൂത്തെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. പുറകിൽ, ഈ കർട്ടൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ എത്ര കൂകിയാലും ഒരു ചമ്മലുമില്ല. കാരണം പുള്ളി തന്നെയല്ല ഇത് ചെയ്യുന്നത്. പിന്നേതാ യേശു പറയണം, ഞാനല്ല, എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് തൻ്റെ പ്രവർത്തി. നിങ്ങൾ എനിക്കിട്ട് എന്നാ പറഞ്ഞാലും എനിക്കിട്ട് ഏക്കത്തില്ല. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞു, ഇത് ഞാനല്ല, പിന്നെ എൻ്റെ ഉള്ളിൽ പിതാവ് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് ചമ്മലില്ല, എനിക്ക് നിരാശയില്ല, എനിക്ക് ഭാരമില്ല. എന്നെ വേറൊരാൾ നയിച്ചുകൊണ്ടിരിക്കുക. ആ നയിക്കുന്ന ആൾക്ക് സന്തോഷത്തിൻ്റെ നിറവാണ്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച രാവിലെ എല്ലാവരും ഒന്ന് ചിരിച്ച്, നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്ന് ചിരിച്ച്, ആ ക്രിസ്തുവിൻ്റെ ചിരി ഇവിടെ ഒന്ന് വ്യാപരിക്കട്ടെ. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ദിവ്യപ്രകാശത്തിലായി. ക്രിസ്തുവിനെ പോലെ തന്നെയായി നമ്മുടെ ആത്മാവ്. വീണ്ടെടുക്കപ്പെട്ട ബോൺ അഗെയിൻ സ്പിരിറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതെന്നേ എൻ്റെ നിങ്ങളുടെ അകത്ത് വീണ്ടും ജനിച്ചവനുണ്ടല്ലോ, റിയൽ ക്രൈസ്റ്റ്. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അതിൻ്റെ മുഴുവൻ മഹത്വത്തോടും with the full glory is in you. Christ with the full glory. ക്രിസ്തു മുഴുവൻ മഹത്വത്തോടും നിങ്ങളുടെയും എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. തോടത്തില്ലാരും. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ കേട്ടത് കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവയവമായ കണ്ണിനെക്കുറിച്ച്. ഈ അവയവം വെറും ഭൗതിക കണ്ണല്ല, നമുക്കൊരു ആത്മീയ കണ്ണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഞാനും അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് അയ്യോ തീർന്നേ എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയരുത്. അത് ലോക മനുഷ്യർ, സാധാരണ മനുഷ്യർ പറയുന്ന. എന്നാൽ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസ കണ്ണാൽ നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തിൻ്റെ കണ്ണുകളിലൂടെ ആ പ്രോബ്ലത്തെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം മാറിപ്പോവും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. അങ്ങനെയൊന്ന് പറഞ്ഞേ, പ്രശ്നമേ നീ എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല, നീ മാറിപ്പോകും. അത് തന്നെയാണല്ലോ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കും. മലയെ നോക്കിക്കൊണ്ട് അയ്യോ ഭയങ്കര മലയാണേ എന്ന് വേണേൽ പറയാം. അപ്പം മലയെ ഭയങ്കരമായിട്ട് കണ്ട് മലയെ വർണ്ണിക്കാനല്ല, പ്രശ്നത്തെക്കുറിച്ച് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ച്, പ്രശ്നത്തോട് പറയാൻ, പ്രശ്നത്തോട് സംസാരിക്കുന്ന ഒരു കണ്ണാണ് നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെ പത്രോസ് യോഹന്നാനും ഉറ്റു നോക്കി നമ്മൾ വായിക്കുന്നു. ആ കണ്ണുകളിലൂടെ ദൈവിക വിടുതൽ വ്യാപരിച്ചു. മാത്രമല്ല സുവിശേഷത്തോട് എതിർത്തു നിന്ന ഒരു വ്യക്തിയെ പൗലോസ് നോക്കിയപ്പോൾ ആ വ്യക്തി തളർന്ന് താഴെ വീണു. കണ്ണുകളിൽ അത്ഭുതമുണ്ട്. ആ പ്രോബ്ലത്തെ
അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നോക്കാതെ നീ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള മട്ടിൽ ആ കടഭാരത്തെ ഒന്ന് നോക്കി, ആ രോഗത്തെ ഒന്ന് നോക്കി. നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായി കർത്താവിൻ്റെ വിടുതൽ ഈ നിമിഷം സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ ഇനി പ്രതികൂലമായിട്ടല്ല, പുതിയൊരു കണ്ണോടെ ഞങ്ങൾ കാണുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അടിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. ആ പ്രതിസന്ധിയായി നിൽക്കുന്ന വലിയ മല അത് മുമ്പിൽ നിൽക്കത്തില്ല. സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകുമെന്ന് പറഞ്ഞതുപോലെ പ്രതിബന്ധങ്ങൾ മാറട്ടെ. മരിക്കുമെന്ന് പറഞ്ഞിടത്ത് ജീവൻ വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അടിയട്ടെ. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ പകർന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് പുതിയൊരു കണ്ണുകളോടെ ഇന്ന് പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിസന്ധിയല്ല കാണാൻ പോകുന്നത്, കർത്താവ് മുമ്പിൽ നിൽക്കുന്നത് കാണുക, മുൻപോട്ട് കുതിക്കുക. സന്തോഷത്തോടെ അടുത്ത ദിവസത്തെ നമുക്ക് വരവേൽക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. से देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों